ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശേഷണും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെയും കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വിശേഷണ എന്താണെന്ന് നോക്കാം. വിശേഷൺ എന്ന വാക്കിൻ്റെ അർത്ഥം അഡ്ജക്റ്റീവ്സ് എന്നാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ അഡ്ജക്റ്റീവ്സ് ആണ് ഹിന്ദിയിലെ വിശേഷൺ. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ വരുന്നത് ഇങ്ങനെയാണ്. विशेषण वह विकारी शब्द है जिससे संज्ञा या सर्वनाम की विशेषता गुण आदि प्रकट होता है. അപ്പോൾ ഇവിടെ വിശേഷൺ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് സംജ്ഞ അല്ലെങ്കിൽ സർവനാമത്തിൻ്റെ വിശേഷതയോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണത്തെയോ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് കാലാസാംബ്. അപ്പോൾ കാലാസാംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത പാമ്പ്. ഇവിടെ പാമ്പിൻ്റെ വിശേഷത്തെയാണ് വർണ്ണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ വിശേഷത്തെയാണ് പ്രകടമാക്കിയിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ വിശേഷം? ഇത് കറുത്ത നിറത്തിലാണ്. അപ്പോൾ ഇവിടെ കറുത്ത നിറത്തിലുള്ള പാമ്പ് എന്ത് നിറത്തിലാണ്? കറുത്ത നിറത്തിലാണ്. അപ്പോൾ ആ ഒരു കറുത്ത എന്ന ആ വാക്ക് വിശേഷണത്തിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വിശേഷണിൻ്റെ 4 ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ ഓരോ ടൈപ്സ് ആയിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ യൂഷ്വലി ഞാൻ പറഞ്ഞതുപോലെ തന്നെ 4 ടൈപ്സാണുള്ളത്. ആദ്യത്തേത് ഗുണവാചക് വിശേഷൺ, രണ്ടാമത്തേത് സംഖ്യാവാചക് വിശേഷൺ, മൂന്നാമത്തേത് പരിമാണവാചക് വിശേഷൺ ആൻഡ് ദി ലാസ്റ്റ് വൺ സർവനാമിക് വിശേഷണാണ്. ആദ്യം നമുക്ക് ഗുണവാചക് വിശേഷൺ എന്താണെന്ന് നോക്കാം. ജിസ് വിശേഷൺ സെ संज्ञा या सर्वनाम के गुण, रंग, आकार आदि का बोध होता है उसे ഗുണവാചക് വിശേഷൺ कहते हैं. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏത് വിശേഷണം ഉപയോഗിച്ചാണോ ഒരു സംജ്ഞ അല്ലെങ്കിൽ സർവനാമത്തിൻ്റെ ഗുണം അല്ലെങ്കിൽ അതിൻ്റെ നിറം അല്ലെങ്കിൽ ആകാരത്തെ വ്യക്തമാക്കുന്നത് ആ വിശേഷണമാണ് ഗുണവാചക് വിശേഷൺ. ഇതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് അച്ഛാ ലഡ്ക, ഗരീബ് ലഡ്കി, ലാൽ റംഗ് കാ ഫൂൽ എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ അച്ഛാ ലഡ്ക നല്ലവനായ ആൺകുട്ടി. അപ്പോൾ ഈ ആൺകുട്ടിയുടെ അവൻ്റെ വിശേഷത എന്താണ്? അവൻ നല്ലവനായ ഒരാൺകുട്ടിയാണ്. അപ്പോൾ അവൻ്റെ ഗുണത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നല്ലവനാണ് എന്ന്. അപ്പോൾ ഈ നല്ലവൻ അല്ലെങ്കിൽ അച്ഛാ എന്ന് പറയുന്ന ആ വാക്ക് ഒരു ഗുണവാചക് വിശേഷൻ്റെ ഉദാഹരണമാണ്. കൂടാതെ ഗരീബ് ലഡ്കി എന്ന് പറഞ്ഞാൽ ദരിദ്രയായ പെൺകുട്ടി. അപ്പോൾ ഈ ദരിദ്ര എന്ന് പറയുന്നത് ആ പെൺകുട്ടിയെക്കുറിച്ച് വർണ്ണിക്കുകയോ ചെയ്തത്, ആ പെൺകുട്ടിയുടെ അവസ്ഥ അല്ലെങ്കിൽ ആ പെൺകുട്ടി ഇപ്പോൾ ഗോത്രൂ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൾ എന്താണ്? ദരിദ്രയാണ്. അപ്പോൾ ഈ ദരിദ്ര എന്ന് പറയുന്ന വാക്കും ഗുണവാചക് വിശേഷൻ്റെ ഒരു ഉദാഹരണമാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ സെക്കൻഡ് ടൈപ്പ്, അതായത് സംഖ്യാവാചക് വിശേഷൻ. പേര് പോലെ തന്നെ സംഖ്യാവാചക് വിശേഷനിൽ ചോദിച്ചിരിക്കുന്നത് സംഖ്യകളെക്കുറിച്ചാണ്. അപ്പോൾ സംഖ്യ എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ എണ്ണം അല്ലെങ്കിൽ നമ്പേഴ്സിനെയാണ് പറയുക. അപ്പോൾ അതുതന്നെയാണ് ഹിന്ദിയിലും അർത്ഥം വ്യക്തമാക്കുന്നത്. അപ്പോൾ संख्यावाचक विशेषण പറഞ്ഞിരിക്കുന്നത് जिस विशेषण से किसी संज्ञा सर्वनाम की संख्या का बोध होता है उसे संख्यावाचक विशेषण कहते हैं. അതായത് ഏത് വിശേഷണം ഉപയോഗിച്ചാണോ ഒരു സംജ്ഞയുടെയോ അല്ലെങ്കിൽ സർവനാമത്തിൻ്റെയോ സംഖ്യയെ വ്യക്തമാക്കുന്നത് അതിനെയാണ് നമ്മൾ സംഖ്യാവാചക് വിശേഷൺ എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമായിട്ട് നമ്മൾ എഴുതുന്നത് ദോ ലഡ്ക, കൈ ലഡ്കിയ. അപ്പോൾ ഇവിടെ ആ ഒരു സംജ്ഞയുടെ അല്ലെങ്കിൽ സർവനാമത്തിൻ്റെ എണ്ണത്തെയാണ് വ്യക്തമാക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉദാഹരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ദോ ലഡ്ക, 2 ആൺകുട്ടികൾ. അപ്പോൾ ഈ ആൺകുട്ടികൾ എന്ന വാക്ക് ഒരു സംജ്ഞയാണ്, അതായത് ഒരു നൗണാണ്. അപ്പോൾ ആ നൗണിൻ്റെ എണ്ണത്തെയാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ എത്ര ആൺകുട്ടികളുണ്ട്? 2 ആൺകുട്ടികളുണ്ട്. ഇവിടെ ഈ 2 എന്ന വാക്ക് സംഖ്യാവാചക് വിശേഷൻ്റെ ഉദാഹരണമാണ്. കൂടാതെ നെക്സ്റ്റ് എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൈയിലടിക്കുക. അപ്പോൾ ഇവിടെ കൈയിലടിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം ഒരുപാട് പെൺകുട്ടികൾ. അപ്പോൾ നമുക്ക് ആ പെൺകുട്ടികളുടെ എണ്ണം കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് കൈയിലടിക്കുക. ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് അല്ലെങ്കിൽ കൈ എന്ന് പറയുന്ന വാക്ക്
സംഖ്യാവാചക സർവനാമിൻ്റെ ഉദാഹരണം തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സംഖ്യാവാചക വിശേഷണത്തിനെ 2 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യത്തേത് നിശ്ചിത് സംഖ്യാവാചക വിശേഷണം, രണ്ടാമത്തേത് അനിശ്ചിത് സംഖ്യാവാചക വിശേഷണമാണ്. അപ്പോൾ ആദ്യത്തെ നിശ്ചിത് സംഖ്യാവാചക വിശേഷൻ്റെ ഉദാഹരണം വരുന്നത് ദോ ലഡ്കെ ദോനോ ബച്ചെ എന്നൊക്കെയാണ്. അപ്പോൾ ഈ നിശ്ചിത് സംഖ്യാവാചക വിശേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു വിശേഷൻ്റെ ഉപയോഗിക്കുന്ന വിശേഷൻ്റെ കൃത്യമായിട്ടുള്ള നമ്പറിനെ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ദോ ലഡ്കെ ആയാലും ശരി, ദോ ബച്ചെ ആയാലും ശരി, ഇവിടെ എത്ര ആൺകുട്ടികളുണ്ട്? 2 ആൺകുട്ടികളുണ്ട്. അല്ലെങ്കിൽ എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികളുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് പറയാം 5 ബച്ചെ തേ, അല്ലെങ്കിൽ 5 കിതാബ് തേ, അല്ലെങ്കിൽ അങ്ങനെ എത്ര എണ്ണമായാലും അല്ലെങ്കിൽ ഏത് വസ്തുവിനെ കുറിച്ചും നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള എണ്ണം, ആ ഒരു സംജ്ഞയുടെയോ അല്ലെങ്കിൽ സർവനാമത്തിൻ്റെയോ കൃത്യമായിട്ടുള്ള എണ്ണം നമുക്കറിയുമെങ്കിൽ അതിനെയാണ് നമ്മൾ നിശ്ചിത സംഖ്യാവാചക വിശേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് അതിൻ്റെ എണ്ണം നിശ്ചിതമായിട്ട് അറിയാം. ഇനി നെക്സ്റ്റ് ടൈപ്പ് പറയുന്നത് അനിശ്ചിത് സംഖ്യാവാചക വിശേഷൻ. ഇത് നിശ്ചിതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഇവിടെ നമുക്ക് വിശേഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു സംജ്ഞ അല്ലെങ്കിൽ സർവനാമത്തിൻ്റെ കൃത്യമായിട്ടുള്ള എണ്ണം അറിയില്ല. അത് ഒന്നിക്കിൽ നമ്മൾ സൂചിപ്പിക്കുന്നത് കുറച്ച് പെൺകുട്ടികൾ, അല്ലെങ്കിൽ കുറച്ച് ആൺകുട്ടികൾ, അല്ലെങ്കിൽ കുറച്ച് പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് പുസ്തകങ്ങൾ, അങ്ങനെയാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുക. നമുക്ക് എണ്ണം അറിയാത്ത പക്ഷം നമ്മൾ ഈ വക വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കാറ്. അത് ഹിന്ദിയിൽ നമ്മൾ ഇങ്ങനെ എഴുതുക, കുച്ച് ലഡ്കെ കൈ ലഡ്കിയാ. ഇവിടെ കുച്ച് എന്ന വാക്കും കൈ എന്ന വാക്കും അനിശ്ചിത സംഖ്യാവാചക വിശേഷൻ്റെ ഉദാഹരണമാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വിശേഷൻ്റെ മൂന്നാമത്തെ ടൈപ്പാണ്, പരിമാണവാചക വിശേഷൻ. जिस विशेषण से किसी वस्तु की माप तोल आदि का बोध होता है उसे परिमाणवाचक विशेषण कहते हैं. ഇവിടെ പരിമാൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അളവ് എന്നാണ്. കൂടാതെ നമുക്ക് ഈ ഡെഫിനിഷനിൽ കാണാൻ സാധിക്കും മാപ്പ് തോൽ എന്ന്. മാപ്പ് എന്ന് പറഞ്ഞാൽ അളവ്, തോൽ എന്നാൽ തൂക്കം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു പരിമാണവാചക വിശേഷൻ നമ്മൾ പൊതുവായി ഉപയോഗിക്കുന്നത് ഒരു വസ്തുവിൻ്റെ അളവും തൂക്കവും പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമാക്കേണ്ടിയിട്ടാണ് ഈ ഒരു വിശേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കുന്നത് 2 കിലോ ചാവൽ, അതായത് 2 കിലോ അരി. ഇവിടെ 2 കിലോ എന്ന ആ ഒരു വാക്ക് പരിമാണവാചക വിശേഷൻ്റെ ഉദാഹരണമാണ്. ഇവിടെ ചില ആൾക്കാർക്ക് ഡൗട്ട് തോന്നാം, ദോ എന്ന് വരുന്നത് കൊണ്ട് ഇത് സംഖ്യാവാചക വിശേഷൻ്റെ ഉദാഹരണമായിക്കൂടെ? പക്ഷേ എനിക്ക് പറയാനുള്ളത് 2 കിലോ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? അളവാണ്. 2 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അളവാണ്. അപ്പോൾ ഈ ഒരു വാക്ക് പരിമാണവാചക വിശേഷൻ്റെ ഉദാഹരണമാണ്. പരിമാണവാചക വിശേഷനെ നമുക്ക് തുടർന്ന് 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ ആ 2 ടൈപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യത്തേത് നിശ്ചിത് പരിമാണവാചക വിശേഷണം, രണ്ടാമത്തേത് അനിശ്ചിത് പരിമാണവാചക വിശേഷണമാണ്. അപ്പോൾ ഈ നിശ്ചിത് പരിമാണവാചക വിശേഷനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഏതൊരു വസ്തുവിൻ്റെ ആയാലും നമുക്ക് കൃത്യമായിട്ടുള്ള അളവ് അറിയാം. അതായത് 2 കിലോ ചീനി, അല്ലെങ്കിൽ 4 കിലോ ആട്ട, 1.5 കിലോ ഗേഹു എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള അതിൻ്റെ അളവ് അറിയാം. 2 കിലോ അതായത് 2 കിലോ ചീനി എന്ന് പറഞ്ഞാൽ പഞ്ചസാരയാണ്. അപ്പോൾ 2 കിലോ പഞ്ചസാര. അപ്പോൾ അവിടെ പഞ്ചസാര എത്ര കിലോ ആണ്? 2 കിലോ. അപ്പോൾ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് അറിയാം. ഈ അളവ് കൃത്യമായിട്ട് അറിയുന്ന പക്ഷം നമ്മൾ അതിനെ നിശ്ചിത പരിമാണവാചക വിശേഷൻ എന്ന് പറയും. അടുത്ത ടൈപ്പ് അനിശ്ചിത പരിമാണവാചക വിശേഷണമാണ്. ഇവിടെ നിശ്ചിതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരിക. അപ്പോൾ ഈ കേസിൽ നമുക്ക് കൃത്യമായിട്ടുള്ള അളവ് അറിയില്ല. അപ്പോൾ ആ ഒരു സമയം നമ്മൾ പറയും കുറച്ച് അരി, അല്ലെങ്കിൽ കുറച്ചധികം അരി, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അരി, അല്ലെങ്കിൽ ഇപ്പോൾ അരി
അല്ലാതെ വേറെ ഏതെങ്കിലും എടുക്കാം. നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ അല്ലെങ്കിൽ കുറച്ച് പുസ്തകങ്ങൾ അങ്ങനെ നമ്മൾ പറയുന്ന സമയം ഇവിടെ ഒരുപാട് അല്ലെങ്കിൽ കുറച്ച് എന്ന ആ ഒരു വാക്ക് അനിശ്ചിത് പരിമാണവാചക് വിശേഷൻ്റെ ഉദാഹരണമാണ്. ഹിന്ദിയിൽ നമ്മൾ തോഡ, ബഹുത്, ജ്യാദ എന്നൊക്കെ പറയും. ഇവിടെ തോഡ എന്ന് പറഞ്ഞാൽ കുറച്ച്, ബഹുത് എന്ന് പറഞ്ഞാൽ ഒരുപാട്, ജ്യാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ അളവ് അറിയാത്തത് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതൊക്കെ അനിശ്ചിത് പരിമാണവാചക് വിശേഷൻ്റെ ഉദാഹരണമാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വിശേഷൻ്റെ ഏറ്റവും ലാസ്റ്റ് ടൈപ്പാണ്. അത് സാർവനാമിക് വിശേഷനാണ്. ഇവിടെ ഇതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് सर्वनाम यदि विशेषण के रूप में प्रयुक्त होता है तो उसे सार्वनामिक विशेषण कहते हैं. അതായത് സർവനാമത്തെ നമ്മൾ വിശേഷൻ്റെ രൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സാർവനാമിക് വിശേഷൻ എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം വഹ്, യഹ്, തൂ, മേ എന്നൊക്കെ സർവനാമത്തിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ ഈ വാക്കുകളെയൊക്കെ നമ്മൾ വിശേഷണത്തിൻ്റെ രൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സാർവനാമിക് വിശേഷൻ എന്ന് പറയും. ഉദാഹരണം വഹ് ഘർ മേരാ ഹെ. ഇത് നമുക്കറിയാം വഹ് എന്ന് പറഞ്ഞ വാക്ക് സർവനാമത്തിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ വഹ് ഘർ മേരാ ഹെ ഇവിടെ ആ ഒരു വീട് അവൻ്റെ ആണെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. ആ ഒരു പറയുന്ന ആളുടെ വീടാണത്. അപ്പോൾ ഇവിടെ അതിനെ വിശേഷിപ്പിക്കുകയത്, ആ വീടിനെ അയാളെയും കുറിച്ച് വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. ആ വീട് അയാളുടേതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വീടിനെ വിശേഷിപ്പിക്കുകയത് ആ വീട് ആരുടേതാണ്? അയാളുടെ വീടാണ്. അപ്പോൾ വഹ് ഘർ മേരാ ഹെ അല്ലെങ്കിൽ ആ വീട് എൻ്റേതാണ്. അപ്പോൾ ആ വീടിനെ വർണ്ണിച്ചിരിക്കുന്നത് അത് എൻ്റെ വീടായിട്ടാണ്. അപ്പോൾ ഇവിടെ വഹ് എന്ന വാക്ക് ഒരു സർവനാമം ആണ്, പക്ഷേ അതിനെ നമ്മൾ വിശേഷണത്തിൻ്റെ രൂപത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സാർവനാമിക് വിശേഷൻ്റെ ഉദാഹരണമാണ്. So if you enjoyed this video, click the like button and don't forget to subscribe my channel.